ഹലോ നമസ്കാരം, ദിസ് ഇസ് തസ്ലീന. കൗമാരപ്രായക്കാരായ മക്കളുള്ള അച്ഛനമ്മമാരോടാണ് ഇന്നത്തെ എൻ്റെ മെസ്സേജ്. നമ്മുടെ മക്കളിപ്പോൾ പഴയ പോലെയല്ല, ഭയങ്കര വാശിയും ദേഷ്യമൊക്കെ ആണ് എന്നുള്ള പരാതി നമുക്കുണ്ടെങ്കിൽ അത് മാറ്റാൻ നമ്മുടെ ലൈഫിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗിവ് ദം ടൈം, റെസ്പെക്ട് ആൻഡ് ലവ്. ദേ ആർ ഓൾസോ ഗ്രോയിങ് ആൻ മെച്യൂർ അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനുള്ള ഒരു മനസ്സും സമയവും നമ്മൾ കണ്ടെത്തുക എന്നുള്ളതാണ്. ആൻഡ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സ്നേഹിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമ്മളോട് ദേഷ്യപ്പെടാറുണ്ട്. ദേഷ്യം നമ്മൾ എങ്ങനെ പ്രകടിപ്പിക്കുന്നുവോ അതുപോലെ തന്നെ അവരോട് സ്നേഹവും നമ്മൾ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആൻഡ് സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ആസ്ക് ദം ടു ടേക്ക് സം ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. അതായത് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അവരെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. അവരുടെ ഡ്രസ്സ് അയൺ ചെയ്യുക, ബുക്സൊക്കെ നീറ്റാക്കി വെക്കുക, ചെറിയ രീതിയിലുള്ള കുക്കിംഗ് എല്ലാം പഠിപ്പിക്കുക. ഈ ഡേ ടു ഡേ കാര്യങ്ങളിൽ അവർ സ്വയം ചെയ്യാൻ അവർ പ്രാപ്തരാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദേ ബി വെരി കോൺഫിഡൻറ്റ്. ആൻഡ് നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ബി എ റോൾ മോഡൽ ടു യുവർ കിഡ്സ്. അതായത് നമ്മളെ കണ്ടിട്ട് തന്നെയാണ് നമ്മുടെ മക്കൾ പഠിക്കുന്നത്, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ നമ്മൾ നമ്മുടെ ഫാമിലി ലൈഫിലായാലും പ്രൊഫഷണൽ ലൈഫിലായാലും നല്ലൊരു പേഴ്സൺ ആണെന്നുള്ളത് തെളിയിക്കാൻ ശ്രമിക്കണം. അത് കണ്ട് നാളെ നമ്മൾ മക്കൾ പറയും, എനിക്ക് എൻ്റെ അച്ഛനെ പോലെ ആയാൽ മതി, അല്ലെങ്കിൽ അമ്മയെ പോലെ ആയാൽ മതി എന്ന്. ആൻഡ് ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ മക്കൾ ചെറിയ മക്കളാണ്, എന്തെങ്കിലും തെറ്റൊക്കെ സംഭവിക്കാം, ഓടിപ്പോയി തല്ലാനും കൊല്ലാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ കൂടെ തന്നെ കട്ടയ്ക്ക് നിന്ന് കൊടുക്കുക. ആ ഒരു സ്നേഹം അവർക്ക് കിട്ടിയില്ലെങ്കിൽ അത് അന്വേഷിച്ച് അവർ പുറത്തു പോകും, യാതൊരു സംശയവും വേണ്ട. അതായത് ചില പാരൻസ് ഉണ്ട് മക്കളെ കൂട്ടിലടച്ച് വളർത്തുക അല്ലെ, എവിടെ പോവായാലും സെക്യൂരിറ്റിയാണ് അച്ഛൻ അല്ലെങ്കിൽ അമ്മ. ഒരു പ്രായത്തിൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരൊന്ന് ഫ്രീ ആക്കി വിടുക. കാരണം ടുഡേയ്സ് വേൾഡ് ഈസ് വെരി കോമ്പീറ്റിംഗ്. ഇങ്ങനെയുള്ളൊരു കോമ്പീറ്റിംഗ് വേൾഡിൽ അവരെ നമ്മൾ ഫുൾ ടൈം സെക്യൂർ ആക്കി നിർത്താനൊന്നും കഴിയില്ല. അങ്ങനെ സെക്യൂർ ആക്കി നിർത്തുന്ന കുട്ടിക്ക് ഭാവിയിലൊറ്റയ്ക്ക് ജീവിക്കാനും കഴിയില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ കണ്ടിട്ടില്ലേ, ഈ പക്ഷികളെ കൂട്ടിലടച്ച് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ പറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, മനസ്സിലായി? അപ്പോൾ അത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മക്കളെ പട്ടത്തെ പോലെ കണക്കാക്കി ഫ്രീ ആക്കി വിടുക, ആ പട്ടത്തിൻ്റെ അറ്റം നമ്മുടെ കയ്യിൽ പിടിക്കുക. മെസ്സേജ് ഇത്രയേ ഉള്ളൂ, സ്നേഹിക്കാനും റെസ്പെക്റ്റ് ചെയ്യാനും കൺസിഡർ ചെയ്യാനുള്ള ഒരു പാരൻ്റെങ്കിലും നമ്മുടെ മക്കളുടെ കൂടെ ഉണ്ടെങ്കിൽ അവരെവിടെയും പോവില്ല. ദേ വിൽ ബി ഓൾവേസ് വിത്ത് അസ്. So this is my first video. I think you all like the messages. Thank you and expect your support. Thank you so much.